സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനധികൃതമായി വാങ്ങിയ സർക്കാർ ജീവനക്കാരെ പിണറായി സർക്കാർ ഒരു ചുക്കും ചെയ്യില്ല. കഴിഞ്ഞ ദിവസം ക്ഷേമ പെൻഷൻ വാങ്ങിയ ജീവനക്കാരുടെ കണക്കുകൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേട്ട് ഞെട്ടിയിരുന്നു. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഇതിലും വലുത് 2020 നടന്നു. അന്നും കേരളം ഭരിച്ചത് പിണറായി വിജയനാണ്. 2020 2346 സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ വാങ്ങിയെന്നായിരുന്നു കണ്ടെത്തിയത്. ഇത് വാർത്തയുമായി. 2024 ഇത് 1448 കുറയുകയാണ്. 2020 മാതൃകാപരമായ നടപടികൾ എടുത്തിരുന്നുവെങ്കിൽ ഒഴിവാക്കാമായിരുന്നു ഈ ഖജനാവ് നഷ്ടം. അതുകൊണ്ട് തന്നെ 2024 നടപടികൾ വകുപ്പ് തലത്തിൽ മാത്രമായി ഒതുങ്ങുമെന്ന സംശയം സജീവമാണ്. 2020 ഒരു കർശന നടപടിയും സർക്കാർ സ്വീകരിച്ചില്ലെന്ന് വ്യക്തമാണ്. ഇത്തരത്തിൽ വിവാദമുണ്ടാവുകയും അതിന് 2020 കീഴ്വഴക്കം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ 2024 വില്ലന്മാർക്കും 10 തുല്യ തവണകളായി പണം തിരിച്ചടച്ചാൽ മതിയാകും. അതിനപ്പുറത്തേക്കൊന്നും സർക്കാർ ചെയ്യില്ല. അതിനിടെ വാർത്ത തിരിച്ചുവിടാനുള്ള കുതന്ത്രമാണോ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ സർക്കാർ കണക്ക് പുറത്തുവിട്ടതെന്ന സംശയവും ശക്തമാണ്. നവീൻ ബാബു വിഷയവും ഹൈക്കോടതി തീരുമാനവും വലിയ വാർത്തയായി കത്തിപ്പടരുമ്പോഴാണ് പെട്ടെന്ന് പെൻഷൻ തട്ടിപ്പുമായി ധനവകുപ്പ് വാർത്തകളെ വഴിതിരിച്ചുവിട്ടത്. 2020 ജൂൺ 16 വന്ന മാതൃഭൂമിയും ക്ഷേമ പെൻഷനിലെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നിരുന്നു. അന്ന് 2346 സർക്കാർ ജീവനക്കാരുടെ എണ്ണമായിരുന്നു പുറത്തു വന്നത്. കഴിഞ്ഞ 4 വർഷമായിട്ടും 2346 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാൻ കഴിയാത്ത സർക്കാർ ഇന്ന് പുറത്തു വന്ന 1488 ഉദ്യോഗസ്ഥർക്കെതിരെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പിച്ചച്ചട്ടി എടുത്ത് തെണ്ടേണ്ടി വരുന്ന പാവപ്പെട്ടവരുടെ പിച്ചച്ചട്ടിയിലാണ് ലക്ഷങ്ങൾ ശമ്പളമായും കിമ്പിളമായും വാങ്ങുന്നവർ കൈയിട്ട് വാരുന്നതെന്ന് ഓർക്കുന്നത് മാത്രം നന്നായിരിക്കുമെന്നാണ് ഇതിനോട് സോഷ്യൽ മീഡിയയുടെ പ്രതികരണം. ആ പഴയ വാർത്തയും ചർച്ചകളിൽ നിറയുന്നുണ്ട്. അന്ന് ക്ഷേമ പെൻഷൻ വാങ്ങിയവരിൽ നിന്നും തുക തിരിച്ചുപിടിക്കുമെന്ന സൂചനകളുമായി PRD വാർത്താക്കുറിപ്പും ഇറക്കിയിരുന്നു. അന്ന് കണ്ടെത്തിയവർ ആരെങ്കിലും 2024 പട്ടികയിൽ ഉണ്ടോ എന്നതും നിർണായക ചോദ്യമാണ്. കാലാകാലങ്ങളായി കേരളത്തിൽ നടക്കുന്ന സംഭവമാണ് സർക്കാർ ജീവനക്കാരുടെ ക്ഷേമ പെൻഷൻ വാങ്ങൽ. ഇതെല്ലാം ധനവകുപ്പിനും അറിയാം. എന്നിട്ടും വലിയ സംഭവമായി അവതരിപ്പിച്ചു. 2020 കർശന നിലപാടെടുക്കാത്തതാണ് ഇതിനെല്ലാം കാരണമെന്നും വ്യക്തം. നവീൻ ബാബു കേസിൽ CBI അന്വേഷണത്തിനുള്ള ഹർജി ഹൈക്കോടതി പരിഗണിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ADMന്റെ കുടുംബം സർക്കാരിൽ അവിശ്വാസം കാട്ടിയാണ് ഹൈക്കോടതിയിലേക്ക് പോയത്. അതിനിടെ CBIയെ വിശ്വാസമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പറഞ്ഞു. ഇതെല്ലാം ചർച്ചയാകുന്നത് CPMനും സർക്കാരിനും തിരിച്ചടിയാകുമായിരുന്നു. ഇതിനിടയിലാണ് പെട്ടെന്ന് ക്ഷേമ പെൻഷനിൽ ഞെട്ടിക്കുന്ന പുതിയ കണക്കുകൾ പുറത്തു വന്നത്. 2020 ജൂൺ 16 വന്ന മാതൃഭൂമി വാർത്ത ഇങ്ങനെയായിരുന്നു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനധികൃതമായി വാങ്ങിയവരിൽ 2346 സർക്കാർ ജീവനക്കാരെന്ന് ധനകാര്യ വകുപ്പ്. സർക്കാർ ജീവനക്കാരായ 2087 പേരും താൽക്കാലിക സർക്കാർ ജീവനക്കാരായ 259 പേരുമാണ് വാങ്ങിയത്. സ്പാർക്കിലുള്ള സർക്കാർ ജീവനക്കാരുടെ ഡേറ്റാബേസും പെൻഷൻ വാങ്ങുന്നവരുടെ ട്രഷറിയിലുള്ള വിവരങ്ങളും ഒത്തുനോക്കിയാണ് ഇത്തരക്കാരെ കണ്ടെത്തിയത്. അനർഹമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന സർവീസ് കുടുംബ പെൻഷൻമാരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർ, സർവീസ് പെൻഷനർമാർ, കുടുംബ പെൻഷനർമാർ എന്നിവർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനർഹമായി കൈപ്പറ്റുന്നത് അച്ചടക്ക ലംഘനമാണ്. 2000 രൂപയിൽ താഴെ ഔദാര്യമായി കുടുംബ പെൻഷൻ ലഭിക്കുന്നവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷന് അർഹതയുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനർഹമായി വാങ്ങിയവർ തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിച്ച് പെൻഷൻ റദ്ദ് ചെയ്യണം. ഇത്തരത്തിൽ കൈപ്പറ്റിയ തുക ഏത് മാസം മുതൽ അനർഹമായി കൈപ്പറ്റിയോ ആ മാസം മുതൽ തിരിച്ചടയ്ക്കണം. സ്വമേധയാ തിരിച്ചടച്ചില്ലെങ്കിൽ തുക സംബന്ധിച്ച വിവരങ്ങൾ ബന്ധപ്പെട്ട വകുപ്പ് തലവന്മാരെ അറിയിക്കണം. ഇവർ ഈ തുക സ്പാർക്ക് മുഖാന്തരം ശമ്പളത്തിൽ നിന്ന് കുറവ് ചെയ്ത് സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കാൻ നടപടിയെടുക്കും. അനർഹമായി കൈപ്പറ്റി വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുക സ്വമേധയാ തിരിച്ചടച്ചില്ലെങ്കിൽ സർവീസ് പെൻഷൻ തുകയിൽ നിന്ന് കുറവ് ചെയ്ത് സർക്കാരിലേക്ക് അടയ്ക്കാൻ ട്രഷറി ഡയറക്ടറെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാർത്തയെ തുടർന്ന് നടപടികളിലേക്കും സർക്കാർ കടന്നിരുന്നു. 2020 ഓഗസ്റ്റ് 14 വന്ന PRD വാർത്ത ഇതിന് തെളിവാണ്. ആ വാർത്ത ഇങ്ങനെയായിരുന്നു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനധികൃതമായി വാങ്ങിയ തുക തിരിച്ചടയ്ക്കണം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുക അനധികൃതമായി കൈപ്പറ്റിയ സർക്കാർ ജീവനക്കാർ, സർവീസ് പെൻഷനർമാർ, ഫാമിലി പെൻഷനർമാർ എന്നിവർ കൈപ്പറ്റിയ തുക കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന്റെ പേരിൽ കേരള സംസ്ഥാന സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലെ അക്കൗണ്ടിലേക്ക് സ്വമേധയാ തിരികെ അടയ്ക്കാൻ സെപ്റ്റംബർ 30 വരെ സമയം അനുവദിച്ചു. തുക തിരികെ അടയ്ക്കാത്തവരുടെ ശമ്പളത്തിൽ നിന്ന് അല്ലെങ്കിൽ സർവീസ് പെൻഷൻ, കുടുംബ പെൻഷൻ തുകയിൽ നിന്ന് 10 തുല്യ തവണകളായി തിരികെ ഈടാക്കും. താൽക്കാലിക ജീവനക്കാരായിരുന്നവർ അനർഹമായി കൈപ്പറ്റിയ തുക തിരിച്ചടച്ചതിന് ശേഷം മാത്രമേ തുടർന്ന് പെൻഷൻ പുനഃസ്ഥാപിച്ചു നൽകൂ എന്നുമായിരുന്നു അന്നത്തെ വാർത്ത.